ഹായ്, നമ്മളൊരു സാധനം പൊരിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. കാരണം അതിൽ മസാലയൊക്കെ പിടിച്ചിരിക്കുന്നോണ്ടേ. ഇത് വന്നിട്ട് നമ്മുടെ പാറഞ്ഞണ്ടാണ്. പാറഞ്ഞണ്ട് വെച്ചാൽ കറുത്ത ഞണ്ടില്ലേ, അത് അമ്മ ഇന്ന് പണിക്ക് പോയപ്പോൾ, അതായത് തൊഴിലുറപ്പിനാണ് അമ്മ പോകുന്നത്. അവിടെ പോയപ്പം തോട്ടിന്ന് പിടിച്ചതാ. നമ്മുടെ വയലിന്റെ അടുത്തുള്ള കുഞ്ഞി തോട് നന്നാക്കലായിരുന്നു. അയ്യോ, ഗ്യാസ് തീർന്നോ? അപ്പൊ മറ്റേത് കണക്ട് ചെയ്യും. ഗ്യാസ് തീർന്നു പോയി. അപ്പൊ അടുത്ത് പറ്റി കണക്ട് ചെയ്യണം ഇനി. അപ്പൊ അമ്മ കൊണ്ടുവന്നതാണ്. അങ്ങനെ ആ തോട്ടിന്ന് കിട്ടിയപ്പോഴേ അപ്പൊ അതിനെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പൊരിച്ചിട്ട് പിച്ചോടനാണ് കഴിക്കാൻ പോകുന്നത്. കാരണം ഞാനും അമ്മയൊന്നും കഴിക്കത്തില്ല. അപ്പൊ ഓക്കെ, നമുക്കിതിനെ പൊരിച്ചിട്ട് പിച്ചോടൻ കഴിക്കുന്നത് കാണാം. ഇതേണ്ട അമ്മ ചെയ്തത്. ഞണ്ടിൻ്റെ കൂടെ മീനിനെയും കൂടെ ഒരുമിച്ചിട്ടിട്ട് പൊരിക്കുകയാണ്. ഇതിൽ നല്ല കുരുമുളകൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഞണ്ടിനെ ഞാൻ കഴിക്കത്തില്ല. കുഞ്ഞിലെയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം കഴിക്കത്തില്ല. അത് ഇഷ്ടമല്ല. തൊട്ടിപ്പറേ അമ്മ മീൻകറി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ കിളിമീനാണ്, മുളകിട്ടത്. മറിച്ചിടാനായില്ലല്ലോ അമ്മ. അപ്പൊ ദേ നമ്മുടെ പാറഞ്ഞണ്ട് പൊരിച്ചത്, ഫ്രൈ ഇല്ലേ, അതായി. പിച്ചൂടൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശ കൂട്ടി കഴിക്കുവാണ്. അതിന്റെ മറ്റേ ആ സാധനങ്ങളൊന്നും കളയില്ലടപ്പാ, അതിന്റെ പുറമേ ഉള്ള അങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമോ? ആണോ? എങ്ങനെയുണ്ട്? ആണല്ലേ? ഞാൻ നല്ല കുരുമുളക് അമ്മിക്കല്ലി വെച്ച് നല്ല അരച്ച്. രസമുണ്ട്. എനിക്ക് ഞണ്ട് വേണ്ട, പക്ഷെ ഒരു മീൻ പൊരിച്ച പീസൊക്കെ കൂട്ടിയിട്ട് ഒരു കഷ്ണം ദോശ എന്നാൽ ഞാൻ തിന്നും. മീനിന്റെ മുള്ളു വേണ്ട, എനിക്ക് പേടിയായി മീൻ തിന്നാൻ. മീൻ പൊരിച്ച സൂപ്പറാ. അപ്പോൾ ഓക്കെ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ പാറഞ്ഞണ്ടുകളും കർക്കിടക മാസത്തിൽ ഇതൊക്കെ തിന്നുന്നത് നല്ലതല്ലേടാ? ഇങ്ങനെ നല്ലതാണ് സത്യം. നമ്മുടെ ഇവിടെ ബാക്കിൽ പുഴയുണ്ട്. പണ്ട് കുഞ്ഞിലെയൊക്കെ ഞങ്ങളില്ലേ ഈ കോഴിത്തലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ വെറുതെ ഞണ്ട് പിടിക്കാൻ പോകുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെ ആരും പോകാറൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ബായ്.